നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. നിയമ പോരാട്ടം വിജയം കണ്ടതായി കറുവപ്പട്ട കർഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ പയ്യാമ്പലത്തെ ലിയനാർഡ് ജോൺ. ചില കമ്പനികളുടെ മസാല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെ കീടനാശിനിക്കെതിരെ നടപടിയെടുക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇതിന്റെ ഭാഗമാണെന്ന് ലിയനാർഡ് ജോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഈ നിയമം നടപ്പിലാക്കാൻ ഇനി ശ്രമിക്കണമെന്നും ലിയനാർഡ് പറഞ്ഞു. തന്റെ നിയമ പോരാട്ടങ്ങളുടെ വിജയമാണെന്ന് കറുവപ്പട്ട കർഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ പയ്യാമ്പലത്തെ ലിയനാർഡ് ജോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ മുളകുപൊടിൻ്റെ അകത്തുള്ള കീടനാശിനിക്കെതിരെ 2 വർഷം മുമ്പേ ഹൈക്കോടതി ഓർഡർ മേടിച്ചായിരുന്നു. അവരെ 2006 ആക്ട് പ്രകാരം കീടനാശിനി കൂടിയ 20 കമ്പനി, അതിൻ്റെ അകത്ത് പാതാജലിയും പെടും, ഈസ്റ്റേണും പെടും, എല്ലാ കമ്പനിയും പെടും. ഇവർക്കെതിരെ 2006 ആക്ട് പ്രകാരം 6 മാസം മുതൽ 7 വർഷം വരെ ജയിലിലിടാനും 10 ലക്ഷം രൂപ പിഴയും ഇവരുടെ എല്ലാം പ്രൊഡക്ഷൻ നിർത്താനായിട്ടും കൊല്ലം 2 പിന്നെ രണ്ടാമത് ഞാൻ 2013 ഒരു കേസ് കൊടുത്ത് അതിൻ്റെ വിധി ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആയാലും ഇതുവരെ ആ കമ്പനികളുടെ മുതലാളിമാരെ ഒരു ദിവസം വരെ അറസ്റ്റ് ചെയ്യാനോ ഇവർക്കെതിരെ ഇവരുടെ പ്രൊഡക്ഷൻ നിർത്താനോ പരസ്യം നിർത്താനോ ഒന്നും ഈ കേരളത്തിലെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ താല്പര്യം കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെതിരെ ഞാൻ സുപ്രീം കോടതി മിഡിൽ ഇൻകം ലീഗൽ എയ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. അവിടെയാണ് നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യായമോ നീതിയോ സുപ്രീം കോടതി പോയാൽ കിട്ടുന്നത്. കാരണം അവിടെ സീനിയർ വക്കീലന്മാർക്ക് ഒരു സിറ്റിങ്ങിന് തന്നെ 50 ലക്ഷം വരെ മേടിക്കുന്ന വക്കീലന്മാരുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഏതായാലും എൻ്റെ കേസ് ഏറ്റെടുത്തത് അന്നത്തെ ചീഫ് ജസ്റ്റിസായ YB ചന്ദ്രചൂഡൻ. കീടനാശിനികളിലും മനുഷ്യ ശരീരത്തെ നശിപ്പിക്കുന്നതുമായ പദാർത്ഥങ്ങൾ, മസാല, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയിരിക്കുന്നതായി സർക്കാർ ലാബുകളിലെ പരിശോധനകളിൽ തെളിഞ്ഞിട്ടും അതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് താൻ സുപ്രീം കോടതിയെ സമീപിച്ചു അഭിമാനകരമായ വിധി സമ്പാദിക്കാൻ കഴിഞ്ഞതെന്ന് ലിയനാർഡ് ജോൺ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും മാരക വിഷാംശങ്ങളടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.